ഇപ്പം മൊത്തമായിട്ടൊരു AI കാലഘട്ടമാണല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വീടൊക്കെ വെക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാക്കി മാറ്റാം AI എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്നൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് ഏതൊരു AI ആയാലും മതി കേട്ടോ. എയുടെ വലിയ ടെക്നോളജി ഇല്ല ഒന്നും വേണ്ട. അതായത് നമുക്ക് പെയ്ഡ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. സാധാ ഒരു ബേസിക് ആയിട്ടുള്ള വാട്സപ്പിൻ്റെ മെറ്റ AI ബേസിക് ഫ്രീ ആയിട്ടുള്ളൊരു ഇത് മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ ഫുൾ ഫിനിഷിങ് എന്തൊക്കെ മെറ്റീരിയൽ നമുക്ക് ചിലവാകും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വാട്സപ്പിൽ മെറ്റ AI ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിന്ന് കൊടുത്തു നോക്കാം. സംഭവം അതാണ്. ആദ്യം ഇതിലിങ്ങനെ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗീവ് 1000 സ്ക്വയർ ഫീറ്റ് ഹൗസ് കോസ്റ്റ് ഇൻ കേരള, മലപ്പുറം, നിലമ്പൂർ. ജസ്റ്റ് ഇങ്ങനെ ആദ്യം ബേസിക്കായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കാം. കണ്ടോ, ദ കോസ്റ്റ് ഓഫ് 1000 സ്ക്വയർ ഫീറ്റ് ഇൻ കേരള സ്പെസിഫിക്കലി മലപ്പുറം, നിലമ്പൂർ ക്യാന്. ഇതാ ഇങ്ങനെ ഒരു 2 BHK ആണെങ്കിൽ 9 ലക്ഷം, ഒരു 600 സ്ക്വയർ ഫീറ്റ് 9 ലക്ഷം വരും. 4 BHK ആണെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് 45 ലക്ഷം. 2500 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 1 കോടി. ഇങ്ങനെയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നവരുടെ. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഇവർ കാണിക്കുന്നതിൽ ഒരു 15 ലക്ഷം മുതൽ 42 ലക്ഷം വരെ. അതായത് നമ്മൾ ക്വാളിറ്റി അനുസരിച്ചാട്ടോ. ഒരു ബേസിക് ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ ഏറ്റവും താഴ്ന്നിട്ടുള്ള ചെറിയ ക്വാളിറ്റിയിലൊക്കെ ഉള്ള ഒരു വീടൊക്കെ ആണെങ്കിൽ നമുക്ക് 15 ലക്ഷം രൂപ വരുന്നൊക്കെയാണ് മെറ്റ AI കാണിക്കുന്നത്. നമുക്കിനി എല്ലാ മെറ്റീരിയൽസ് വേണം. അതായത് ഈ 1000 സ്ക്വയർ ഫീറ്റിന് നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ടത് വെച്ചെങ്കിൽ ഈ എന്താ വെച്ചാൽ സർവേ അല്ലേ, ക്വാണ്ടിറ്റി എന്തൊക്കെയാണ് നമുക്ക് ക്വാണ്ടിറ്റി സർവേയിങ് സംഭവപ്പെട്ട കാര്യങ്ങളില്ലേ, എന്തൊക്കെ ക്വാണ്ടിറ്റികൾ നമുക്ക് വേണം. അതാണെങ്കിൽ ഗീവ് ക്വാണ്ടിറ്റി ഓഫ് 1000 സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് നോർമൽ ഹൗസ് ആൻഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. സിംഗിൾ സ്റ്റോറി, ഒരു 2 BHK ഹൗസാണ് വിത്ത് സോളിഡ് ബ്ലോക്സ്. നമുക്ക് സോളിഡ് ബ്ലോക്സ് വേണ്ട, മറ്റേ റെഡ് ബ്ലോക്ക് അല്ലേ, റെഡ് ബ്ലോക്ക് ചെങ്കല്ല് നമ്മുടെ അത് കൊടുത്തു. പിന്നെ ഗീവ് ക്വാണ്ടിറ്റി ഓഫ് ബോളേഴ്സ്, എത്ര ബോളേഴ്സ് ഫോർ ഫൗണ്ടേഷൻ എത്ര ബോളേഴ്സ് വേണമെന്നുള്ളത് നമ്മൾ കൊടുത്തു. അതുപോലെ സിമെൻറ്റ്, സാൻഡ്, സ്റ്റീല്, ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ ഇനി നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഫിനിഷിങ് എടുക്കല്ല. അതായത് ഈ ഫർണിച്ചർ ഡീറ്റെയിൽസ് ആണെങ്കിലോ ഡോറിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അതും എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ്. നമുക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇതിൽ കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഡബിൾ സ്റ്റോറി ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ സ്റ്റീൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അങ്ങനെ എല്ലാം നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് വേണം, ടോട്ടൽ ലേബർ കോസ്റ്റ് വേണം. ഇനി നമുക്ക് ഫൗണ്ടേഷന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അത് ഇതിൽ കൊടുത്താൽ മതി. ഫൗണ്ടേഷന് സെപ്പറേറ്റ് ആയിട്ട് എത്ര വേണം, അതുപോലെ നമ്മുടെ മേസൻട്രി വർക്ക്, നമ്മളെ കെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിയുമ്പോൾ എത്ര ആവും, അതുപോലെ സ്ലാബ് അത് മാത്രമായിട്ട് കാസ്റ്റ് ചെയ്യാൻ എത്ര വരും, അങ്ങനെ നമുക്ക് ഏതൊക്കെ ഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ വേണ്ട വെച്ചാൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ നമ്മുടെ ഇതിന് അതായത് ഓപ്പണിങ്സ്, ഡോർസ്, വിൻഡോസ്, അതിന് മരം എത്ര വേണ്ടി വരും, അതുപോലെ ഓട്, കോൺക്രീറ്റ് എത്ര വേണ്ടി വരും, അങ്ങനെ എല്ലാ കാര്യം നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി. ഇതിന് എയുടെ പെയ്ഡ് വെർഷനോ അങ്ങനെ ഒന്നും വേണ്ട, ബേസിക് ആയിട്ടുള്ളൊരു ഇത് മാത്രം മതി. ഫൗണ്ടേഷന് ബോളേഴ്സ് എന്ന് പറയുന്നത്
സോയിൽ ടൈപ്പ് വെച്ച് പറയുന്നത് അവർ 120 to 150 നമ്പേഴ്സാണ് പറയുന്നത്. സിമെൻറ്റ് ഫൗണ്ടേഷൻ 10 മുതൽ 12 ബാഗ് വരെ വേണം. അതുപോലെ സാൻഡ് 10 മുതൽ 12 M³ വേണം. പിന്നെ സൂപ്പർ സ്ട്രക്ചറിന് റെഡ് ബ്ലോക്സ് വേണ്ടത് 4000 മുതൽ 4500 റെഡ് ബ്ലോക്സ് വേണം. അതുപോലെ ഈ റെഡ് ബ്ലോക്സ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇഷ്ടിയാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ നമ്മുടെ ചെങ്കല്ലില്ല അതാണ്. അപ്പോൾ അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കൊടുക്കാത്തതുകൊണ്ടല്ല പ്രശ്നം. റെഡ് ബ്ലോക്സ് അവർ ഉദ്ദേശിച്ചത് ഇഷ്ടിയാണ്. പിന്നെ സിമെൻറ്റ് സൂപ്പർ സ്ട്രക്ചറിന് 150 മുതൽ 180 ബാഗ്, സാൻഡ് 30 മുതൽ 35, സ്റ്റീൽ 1 മുതൽ 1.2 ടൺ. പിന്നെ റൂഫിങ്ങിന് വേണ്ടത് RC സ്ലാബ് 1000 സ്ക്വയർ ഫീറ്റാണ്. സ്റ്റീൽ 0.5, പിന്നെ സിമെൻറ്റ് കൊടുത്തിട്ടുണ്ട് 50 മുതൽ 60 ബാഗ്. ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് പറയുന്നത് 60,000 ഇതിനെ കൊടുത്തിട്ടുണ്ട്. റെഡ് ബ്ലോക്സ് 4,35,000 1000 സ്ക്വയർ ഫീറ്റിന് 4,35,000 മുതൽ 5,75,000 വരെ ലേബർ കോസ്റ്റും അതുപോലെ ടോട്ടൽ ലേബർ കോസ്റ്റ് ഓരോന്നിനും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിട്ടില്ലെന്നാണ് സംഭവം. 3 ലക്ഷം മുതൽ 4 ലക്ഷത്തി ടോട്ടൽ കോസ്റ്റ് അവർ പറയുന്നത് 7,35,000 മുതൽ 10 ലക്ഷം രൂപ വരെയാണ് 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ. അതായത് സ്ട്രക്ചറിൻ്റെ ആ കോസ്റ്റ് മാത്രം കേട്ടോ. പിന്നെ ഫിനിഷിങ്, പെയിൻറ്റ്, പ്ലാസ്റ്റർ അങ്ങനത്തെ ഒക്കെ ഇതുണ്ട്. ഇത്രേ കൊടുത്തിട്ടുള്ളൂ. അപ്പം കിട്ടില്ല സംഭവം കേട്ടോ അത്. അപ്പം നമുക്ക് ഈ ചെറിയ വീടുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഏതെങ്കിലും എഞ്ചിനീയർ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന അതിൻ്റെ ഒന്നും പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ജസ്റ്റ് വാട്സപ്പിൽ മറ്റേ AI അതും പെയ്ഡ് വെർഷനൊന്നും വേണ്ട, നമുക്ക് ഫ്രീ ആയിട്ടുള്ള വെർഷനിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ ഫുൾ ക്വാണ്ടിറ്റി പൈസ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചുള്ള എല്ലാം സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ നമുക്ക് അടിപൊളിയായിട്ട് തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എഞ്ചിനീയറുടെ പണി കളയുന്നൊരു ഏർപ്പാടാണ്. നമ്മൾ ഒരു ക്വാണ്ടിറ്റി സർവേയുടെ ജോലി പോകുന്നൊരു ഏർപ്പാടാണിത്. AIക്ക് വന്നതിന് ശേഷം ഇപ്പം എല്ലാം AI ചെയ്തോളും. നമ്മൾ ജസ്റ്റ് ഇൻപുട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.